അങ്ങനെ ഞങ്ങൾക്ക് ഈ വർഷത്തെ മീനിൻ്റെ വണ്ടിയാണ് ഈ വരുന്നത്. ഞങ്ങൾക്ക് ഈ തണുപ്പ് സമയം മുതൽ അടുത്ത ചൂടാകുന്നവരെ ഇവിടെ മീൻ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരിയൊക്കെ വരെ. ഇത് ബോംബെയിൽ നിന്ന് വരുന്ന മീനാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കിവിടെ അങ്ങനെ കടൽ മീൻ കിട്ടാറില്ല. ഇവിടെ നദിയിലെ മീനും ഡാമിലെ മീനൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്താ മീൻ കൊണ്ടുവന്നിരിക്കുന്നത് അറിയത്തില്ല. എന്തായാലും നോക്കാം നമുക്ക്. വലുതായിട്ടൊന്നും കിട്ടത്തില്ല, നല്ല ഫ്രഷായിട്ടൊന്നും കിട്ടത്തില്ല, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് വല്ലപ്പോഴും അല്ല, വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നതായതുകൊണ്ട് അത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആർത്തിയോടെ തന്നെ കഴിച്ചു പോകും. കാരണം നമ്മൾ കടൽ മീൻ കഴിക്കുന്നതിന് അത്രയും തൃപ്തിയാകത്തില്ല മറ്റേ ഇവിടുത്തെ ഡാമിലെ മീൻ കഴിക്കുമ്പോൾ. അതിന് ചെറിയ ചേറുമണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എത്ര കഴിക്കാലും ഇതിൻ്റെ അത്രയും ടേസ്റ്റ് അതിനൊരിക്കലും ഞങ്ങൾക്ക് തോന്നാറില്ല, എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് എനിക്കിഷ്ടം കടൽ മീനൊക്കെ തന്നെയാണ്. ഏതായാലും ചൂരമീനുണ്ട് ഇന്ന്, നല്ലതാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നല്ല മീനാണ്. ചൂരയുണ്ട്, പിന്നെ അയലയുണ്ട്, പിന്നെ മത്തി അങ്ങനെ ഈ വർഷം ഇല്ലെന്ന് തോന്നുന്നു. മത്തി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ കിട്ടുമായിരിക്കും. ഇതൊക്കെ മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ, അല്ലാതെ വലിയ കൊഞ്ച് അങ്ങനെയുള്ള മീനൊന്നും കിട്ടത്തില്ല, നല്ല മീനൊന്നും കിട്ടത്തില്ല. ചൂര അത് കിട്ടിയാലായി, കിട്ടിയില്ലേലായി, അങ്ങനെയൊക്കെയാണ്. പിന്നെ കൂടുതലായിട്ട് കിട്ടുന്നത് കൂരിമീൻ, അത് അറിയില്ല, കൂരിമീൻ അത് കിട്ടും. പിന്നെ ഒന്ന് രണ്ട് മീനുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ചൂര കുഴപ്പമില്ലല്ലോ. ചൂര അത് വെള്ള ചൂര കിട്ടത്തില്ല, ഇതിനകം ഇങ്ങനെ കറുത്ത് ഇരിക്കും. അത് കുട്ടികൾ കഴിക്കത്തില്ല, എങ്കിലും കിട്ടിയതല്ല, അത് വാങ്ങിച്ചേക്കാം. ഇതേത് മീനാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് വാങ്ങിക്കുന്നില്ല. ഞാനിവിടെ ചൂരമീൻ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ 1 കിലോ അയലയും വാങ്ങിച്ചു. നല്ല വിലയാണ്, 250 ആണെന്ന് തോന്നുന്നു ചൂരയ്ക്ക്. അയലയ്ക്ക് അത്ര തന്നെ വിലയാണ്. നാട്ടിലൊക്കെ അത് വിലയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും കുഴപ്പമില്ല, എന്നാൽ വാങ്ങിച്ചു. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കറി വെക്കണം. പിന്നെ കപ്പ ആയിട്ടില്ല, കപ്പ പറിക്കാറായില്ല, വിളഞ്ഞില്ല. 5-6 മൂടുണ്ട്, പക്ഷേ അത് വിളഞ്ഞിട്ടില്ല. എങ്കിലും നമുക്ക് ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ മീൻ കിട്ടും. അന്നേരത്തേക്ക് കപ്പയും വിളയും. നമുക്ക് ഈ വർഷത്തെ അങ്ങനെ കപ്പയും മീനും ആകും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇതുപോലൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ. ഇവിടെ കടലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ മീനൊന്നും കിട്ടത്തില്ല. നല്ല ഫ്രഷ് അയിലയാണ് കിട്ടിയിരിക്കുന്നത്, കുഴപ്പമില്ല. ഇതും ബോംബെയിൽ നിന്ന് തന്നെ വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് ചീഞ്ഞ മീനുകളാണ് വരുന്നത്, വയറ് ഇങ്ങനെ പൊട്ടിയൊക്കെ ചെയ്യാൻ മീനാണ് വരുന്നത്. പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല, നല്ലതായിട്ട് വന്നു. ഇന്ന് ആദ്യമായിട്ടാണ് മീൻ വന്നത്, അതിൻ്റെ സന്തോഷമാണ്. എന്താണെങ്കിലും കറി വെച്ച് കഴിക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.